റോങ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി നിങ്ങൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ ബിസിനസിനെ അത് ബാധിക്കും. ഇതല്ലേ റോങ് ആക്ടിവിറ്റി ചൂസ് ചെയ്താൽ ബാങ്ക് അക്കൗണ്ട് പോലും കിട്ടില്ല എന്ന് കേട്ടല്ലോ. ഒരു ബിസിനസിന്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് റൈറ്റ് ആക്ടിവിറ്റി ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. റോങ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി നിങ്ങൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളുടെ ബാങ്ക് അപ്രൂവല്, നിങ്ങളുടെ വിസ എലിജിബിലിറ്റി, അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ നിങ്ങൾ കമ്പനി അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഒരു ഉദ്ദേശം ഉണ്ടെങ്കിൽ അതിനെ പോലെ നിങ്ങളുടെ എൻ്റെ ബിസിനസിനെ അത് ബാധിക്കും. UAE മേജർ ആക്ടിവിറ്റീസ് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുകയാണെങ്കിൽ അതിൽ ഒന്നാമതായി വരുന്നത് കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ് ആണ്. ഫിസിക്കൽ പ്രൊഡക്റ്റ് ഹാൻഡിൽ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ബിസിനസ് ആണ് ഇതിൽ വരുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇലക്ട്രോണിക്സ് ട്രേഡിംഗ്, പെർഫ്യൂം ട്രേഡിംഗ്, അതുപോലെ തന്നെ ഓട്ടോ സ്പെയർ പാർട്സ് ട്രേഡിംഗ്, ഇതുപോലുള്ള ബിസിനസ്സുകളാണ് ആ ഒരു ആക്ടിവിറ്റിയിൽ വരുന്നത്. രണ്ടാമതായി നമ്മൾ പ്രൊഫഷണൽ ആക്ടിവിറ്റിയിലേക്ക് നോക്കുമ്പോൾ കൺസൾട്ടൻസി ഫേംസ്, അതുപോലെ തന്നെ അക്കൗണ്ടിംഗ് ആൻഡ് ബുക്ക് കീപ്പിംഗ് ഫേംസ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ബിസിനസ്സുകളാണ് ഇതിൽ ഇൻക്ലൂഡ് ആകുന്നത്. ഇനി നമ്മൾ ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ അതിൽ ഫുഡ് മാനുഫാക്ചറിങ്, അതുപോലെ തന്നെ ഫേർണിച്ചർ മാനുഫാക്ചറിങ്, അതുപോലെ മാനുഫാക്ചറിങ് റിലേറ്റഡ് ആയിട്ടുള്ള അപ്രൂവൽസും വെയർഹൗസ് ഒക്കെ ഇൻക്ലൂഡ് ആകുന്ന ഒരു ടൈപ്പ് ഓഫ് ബിസിനസ് ആണ് ഇതിൽ വരുന്നത്. ഇനിയും നിങ്ങൾ ആക്ടിവിറ്റീസ് സെലക്ട് ചെയ്തതിനെ കുറിച്ച് കൺഫ്യൂസ്ഡ് ആണെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ്ലി എന്നെ കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ UAE ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് അപ്ഡേറ്റ്സിന് വേണ്ടിയും എൻ്റെ ഈ പേജ് പെട്ടെന്ന് തന്നെ ഫോളോ ചെയ്തോ.